നിങ്ങൾ ഗർഭിണിയാകാൻ ശ്രമിക്കുന്ന ഒരാളാണോ? അങ്ങനെയാണെങ്കിൽ ഈ 5 കാര്യങ്ങൾ ഗർഭം ധരിക്കുന്നതിന് മുമ്പ് തന്നെ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഒന്നാമതായി, നമുക്ക് ക്രോണിക് ആയിട്ട്, അതായത് വർഷങ്ങളായി നീണ്ടു നിൽക്കുന്ന തരത്തിലുള്ള അസുഖങ്ങളുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കുക. അങ്ങനെ അസുഖങ്ങളുള്ളവർ ഡോക്ടറുമായി അതിനെപ്പറ്റി ചർച്ച ചെയ്ത് അത് നിയന്ത്രണ വിധേയമാണ് എന്ന് ഉറപ്പാക്കിയ ശേഷം മാത്രം ഗർഭം ധരിക്കുന്നതാണ് നല്ലത്. ഉദാഹരണത്തിന് രക്താതിസമ്മർദ്ദം, പ്രമേഹം, ചില ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങൾ, വിളർച്ച, തൈറോയിഡിൻ്റെ ഗ്രന്ഥിയുടെ അസുഖങ്ങൾ എന്നിവയുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മാത്രമല്ല, ഇത്തരം അസുഖങ്ങൾ ഉള്ളവർക്കുള്ള മരുന്നുകൾ പലപ്പോഴും ഗർഭം ധരിക്കുന്നതിന് മുമ്പ് തന്നെ മാറ്റുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യുകയോ ചെയ്യേണ്ടതാണ്. രണ്ടാമതായി, നമ്മൾക്കോ നമ്മളുടെ കുടുംബാംഗങ്ങൾക്കോ എന്തെങ്കിലും ജനിതകമായിട്ടുള്ള തകരാറുകൾ ഉണ്ടെങ്കിൽ അതെന്താണെന്ന് നമ്മൾ കണ്ടുപിടിച്ച ശേഷം അതിനെപ്പറ്റി ഡോക്ടറുമായി സംസാരിക്കുക. അത് നമ്മളുടെ വരും തലമുറയിലേക്ക് പകരാനുള്ള സാധ്യതകളുണ്ടോ എന്നും അതെങ്ങനെ കുറയ്ക്കാമെന്നും ചർച്ച ചെയ്യുക. മൂന്നാമതായി, നമ്മളുടെ ജീവിതചര്യയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ ഒരു ഗർഭസ്ഥ ശിശുവിനെ നന്നായി ബാധിക്കും. അതുകൊണ്ട് അവയെല്ലാം തുടക്കത്തിലെ തന്നെ നോർമലൈസ് ചെയ്തിട്ട് മാത്രം ഗർഭം ധരിക്കുന്നതായിരിക്കും നല്ലത്. ഉദാഹരണത്തിന് അമിതവണ്ണം, ഭക്ഷണക്രമത്തിലെ പോരായ്മകൾ, പുകവലി, മദ്യപാനം, എക്സസൈസിൻ്റെ അഭാവം, ഇതെല്ലാം നേരത്തെ തന്നെ നമ്മൾ ശ്രമിച്ച് മാറ്റിയ ശേഷം ഗർഭിണിയാകാൻ ശ്രമിക്കുന്നതാണ് നല്ലത്. നാലാമതായി, ചില വൈറൽ ഇൻഫെക്ഷൻസ് ഗർഭിണികൾക്ക് വരുമ്പോൾ അത് കുഞ്ഞിനെ ഗുരുതരമായി ബാധിക്കാം. ഉദാഹരണത്തിന് റുബെല്ല, ചിക്കൻ പോക്സ് മുതലായ അസുഖങ്ങൾ നമുക്കൊരു വാക്സിനേഷനിലൂടെ തടയാവുന്നതാണ്. അത് നിങ്ങൾക്ക് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡോക്ടറുമായി സംസാരിച്ച് അതിനുവേണ്ട വാക്സിനേഷൻ എടുക്കുകയാണെങ്കിൽ കുഞ്ഞിലേക്ക് അത് പകരാതിരിക്കാൻ സഹായിക്കും. വാക്സിനേഷൻ എടുത്താൽ 3 മാസത്തിന് ശേഷം മാത്രം ഗർഭം ധരിക്കുന്നതാണ് നല്ലത്. അഞ്ചാമതായി, ഫോളിക് ആസിഡ് ഗുളികകൾ എല്ലാ സ്ത്രീകളും ഗർഭം ധരിക്കുന്നതിന് 3 മാസം മുമ്പ് തന്നെ കഴിച്ചു തുടങ്ങേണ്ടതാണ്. അതുകൊണ്ടുള്ള പ്രധാന പ്രയോജനം എന്തെന്ന് വെച്ചാൽ, കുട്ടികൾക്കുണ്ടാവുന്ന ചില ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ് പോലത്തെ വൈകല്യങ്ങൾ ഒരു നല്ല പരിധിവരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അങ്ങനെ ശാരീരികവും മാനസികവുമായി തയ്യാറെടുത്തതിന് ശേഷം മാത്രം ഗർഭം ധരിക്കുന്നതാണ് ഒരു സേഫ് പ്രഗ്നൻസി ആൻഡ് ഹെൽത്തി പ്രഗ്നൻസി ആവാനായിട്ട് നല്ലത്. Lakshmi Hospital, the trusted family hospital.